ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ നമ്മൾ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ പാർട്ടാണ്. ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ വണ്ടി എടുത്താണ് ഇത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു, ഫ്രൂട്ട്സ് എന്തെങ്കിലും. അങ്ങനെ ഓറഞ്ച് അല്ല, മറ്റേ പേരൊക്കെ വാങ്ങിയായിരുന്നു. ഹായ് ഗൈസ്, വേളാങ്കണ്ണി എത്താറായിട്ടുണ്ട്. കുറച്ചൊരു വീണ് ഒരു കരിക്ക് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. കരിക്ക് കടം ആഴ്ചകളല്ലേ കാടുകളുണ്ട്. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി എത്തി ഗൈസ്. ഇത് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുവാണ്. ഞങ്ങൾ പള്ളിവകയാണ് റൂം എടുത്തത്. പള്ളിവക റൂം എടുക്കണത് റേറ്റ് ഒക്കെ കുറവായിരിക്കും. പിന്നെ AC കൂടി ഇൻക്ലൂഡ് ആവണമെങ്കിൽ ഒരു 100 rupees കൂടി എക്സ്ട്രാ വരും. അവിടെ വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നമുള്ളൂ, ഉപ്പ് വെള്ളമാണ്. ഇത് ബുക്ക് ചെയ്യേണ്ടത് വേളാങ്കണ്ണി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഇത് ബുക്ക് ചെയ്യേണ്ട സ്ഥലമുള്ളത്. എന്താണ് ഗൈസ് നമ്മുടെ അടുത്ത റൂം. 3 ബെഡ് ഉണ്ട്, എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ട് കിടക്കാം. ഹായ് ഹായ് കൂട്. വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് സെറ്റായ ഒരു 5:30-6 o'clock ഒക്കെ ഇപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. ഇതെന്താ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ അവരിങ്ങനെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി, പിന്നെ പുട്ടും കൊഴുക്കട്ടയൊക്കെ അവരവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി വെച്ചേക്കണോണ്ട് ഒരു പുതി കണ്ട് വാങ്ങിയതായിരിക്കും തോന്നുന്നു. കാരണം ഞങ്ങൾക്കറിയാം വേളാങ്കണ്ണിലെ ഫുഡൊന്നും അത്ര നല്ലതല്ലെന്ന്. ഭയങ്കര ബോറായിരുന്നു, ഒട്ടും കൊള്ളില്ല. അവിടെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമായിരുന്നു ഇത്. 2 minutes ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അങ്ങനെ നിന്നാൽ 1000 ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടും. പ്രൈസ് ഒരു ടെഡി ബിയർ ആയിരുന്നു, പക്ഷെ ഫ്ലോപ്പായി ഗൈസ്. അത് വീണിട്ട് കളിയില്ല, താഴത്തെ അങ്ങനെ കൊച്ചിന് ഒരു പരീക്ഷണം നടത്തി, അതും ഫ്ലോപ്പായി. 2 പ്രാവശ്യം പരീക്ഷണം നടത്തി. ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ഫുഡല്ല ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് കയറായിരുന്നു. ഞാൻ പിന്നെ ചായ ഒന്നും കുടിച്ചില്ല. അങ്ങനെ അവർ ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് പോയി. അപ്പം അമ്മ ചുക്കാപ്പി വാങ്ങി തന്നു. തൊണ്ടയ്ക്കൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. വയ്യായിരുന്നു എനിക്ക് അമ്മയ്ക്കോട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി എല്ലാം പകർന്നിട്ടുണ്ടായിരുന്നു. ആ ചുക്ക പിടിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. എന്നിട്ട് ആ ചേട്ടൻ വീണ്ടും ഒഴിച്ചു തന്നു. എന്തോ തീർത്തിട്ട് പോകാൻ നോക്കുമായിരുന്നു വീട്ടിലേക്ക്. ഇത് നമ്മൾ ഒരു പള്ളിയിൽ കയറി ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബീച്ചിലേക്ക് പോകുന്നായിരുന്നു. ഇനി അവിടെ കുറേ ചർച്ച ഉണ്ട്. നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റില്ല, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. എല്ലാ പള്ളിയിലും നമുക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ബീച്ചിലിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. അതാണ് ഈ കാണുന്നത്. ഇടിവെട്ടും മിന്നലും എന്തോ സംഭവം തോന്നുന്നു. ഞങ്ങളുടെ ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ നല്ല മഴയും ഇടിവെട്ടൊക്കെ എന്നാ ചേച്ചനാണ് ഇത് കണ്ടത്. അപ്പം ഞങ്ങളെല്ലാവരും വിളിച്ച് കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി. റൂമിലുള്ള ബോട്ടിൽസിലൊക്കെ വെള്ളം നിറച്ച് വെക്കണമെന്ന്. ഇപ്പം വരെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഈ രാത്രി ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇതായിരുന്നു ഓൾഡ് റൂംസ് പള്ളിവക. ഇതാണ് ഇപ്പോൾ പുതിയത്. ഈ കാണുന്ന മൊത്തം ഇത് ഫസ്റ്റ് ബ്ലോക്ക്, മറ്റേത് സെക്കൻഡ് ബ്ലോക്ക്. നമ്മൾ താമസിക്കുന്നത് സെക്കൻഡ് ബ്ലോക്ക്. ഞാൻ അവിടെ അല്ല സീമ വിശ്വാസമുള്ളതാണ്. അയ്യോ, എന്താ സംഭവം എന്ന് വെച്ചാൽ അഭിചേട്ടൻ അമ്മയ്ക്ക് ചെറുതായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്താണ്. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇത് അമ്മയ്ക്കുള്ളതായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി നെക്സ്റ്റ് ചർച്ചിലേക്ക് പോവാണ്. ഫസ്റ്റ് ഒരു ചർച്ചിലേക്ക് കയറി. എന്താടി
അപ്പൊ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഗൈസ് ഇവിടെ. അടിപൊളി. ഞങ്ങൾ വേളാങ്കണ്ണിക്ക് വന്നതെന്ന് വെച്ചാൽ ഞാനും അമ്മേച്ചനും സാന്തും സെക്കൻഡ് ടൈമാണ് വന്നത്. ചിറ്റയും വന്നിട്ടുണ്ട്, പിന്നെ അഭിഷേകനും കൊച്ചിനും ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ സെക്കൻഡ് പോയത് ഈ ഒരു പള്ളിയിലേക്കാണ്. ഇവിടുത്തെ നേർച്ചയാണ് ഇങ്ങനെ മുട്ടയിൽ നിന്ന് ഇറങ്ങി അങ്ങ് അറ്റം വരെ എത്തണമെന്നുള്ളത്. അങ്ങനെ മുട്ടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവർക്ക് നോർമലായിട്ട് ഇങ്ങനെ നടന്നും പോവാം, കാലിങ്ങനെ അടിവെച്ച് പോവുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അങ്ങേറ്റത്ത് പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു. ഇതാണ് ഇവിടം വരെ ഞങ്ങൾ അങ്ങേറ്റത്ത് നിന്ന് ഇവിടെയാണ് വന്നത്. ഈ ഒരു പടി വെച്ചേക്കണമല്ലോ, ആ ഒരു പോയിന്റ് വരെ വന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു. നമുക്ക് നല്ലൊരു ആശ്വാസം. വേളാങ്കണ്ണിയിൽ കാണാനായിട്ട് കുറേ പള്ളികൾ തന്നെയുണ്ട്, പക്ഷെ നമുക്ക് എല്ലാ പള്ളിയിലും കയറാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 12:07 എന്തോ ആയപ്പോൾ വേളാങ്കണ്ണി തിരിച്ചു വന്നു. ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ച ടൈമിൽ ഞങ്ങൾ എവിടേക്കും എത്തിയിട്ടുണ്ട്, എവിടെയാണെന്ന് കൂടി അറിയത്തില്ല. വേളാങ്കണ്ണി നേരെ കോയമ്പത്തൂരേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് അറിയില്ലാതെ ഞങ്ങൾ അന്നത്തെ ദിവസം രാത്രി തന്നെ തിരിച്ചു പോരും എന്നുള്ളത്. ഞങ്ങൾ പിറ്റേ ദിവസം പോരാന്നുള്ള തീരുമാനത്തിലായിരുന്നു നിർണ്ണയിച്ചത്. അങ്ങനെ കോയമ്പത്തൂർ ഞങ്ങളൊരു രാവിലെ 11 മണിക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച ഫുഡായിരുന്നു ആ ബിരിയാണി ഉണ്ടായിരുന്നത്. അതേ ആകെ ഇത്തിരി ടേസ്റ്റ്. പിന്നെ ഫ്രൈഡ് റൈസ് കൊള്ളായിരുന്നു. വേളാങ്കണ്ണി കഴിച്ചാൽ വേളാങ്കണ്ണിലത്തെ ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഒന്നും പറയാനില്ല, എല്ലായിടത്തും നല്ല റേറ്റാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രതീക്ഷിക്കാത്ത തിരിച്ചു വരായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പള്ളിയിലും കയറാനും പറ്റിയില്ല. കോയമ്പത്തൂർ പോയത് കുറേ സാധനങ്ങൾ വാങ്ങിക്കണമെന്നും പറഞ്ഞിട്ടാണ്. അങ്ങനെ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും അവിടെ കിട്ടിയില്ല. മൊത്തത്തിൽ പ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.